അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയങ്കരനായ KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുല്ല കോയ മദനി, വൈസ് പ്രസിഡന്റ് ബാബു സേഠ്, ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ, മറ്റ് എല്ലാ നേതാക്കന്മാരെ, പ്രിയങ്കരനായ നമ്മളുടെ MLA വിഷ്ണുനാഥ്, വരാനിരിക്കുന്ന MP NK പ്രേമചന്ദ്രൻ, മറ്റ് എല്ലാ ആളുകൾക്കും, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഇന്ന് സമാപന സമ്മേളനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം, ഇന്നലെ ഒരു ദിവസം മുഴുവനും, മിനിഞ്ഞാന്നും അതിനു മുമ്പ് ഏകദേശം ഒരു 4 മാസത്തെ കഠിനാധ്വാനമാണ് ഇന്നീ കാണുന്ന ഈ സൗഭാഗ്യം. അൽഹംദുലില്ലാഹ്. ആദ്യമായി കൊല്ലം ജില്ലയ്ക്ക് അതിൻ്റെ പ്രവർത്തകരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. കാരണം ഒരു മനസ്സോടുകൂടി നിന്നുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ട് മാത്രമാണ് ഈ സമ്മേളനം ഇത്രയും വലിയ വിജയകരമാക്കിയെടുക്കുവാൻ നമുക്ക് സാധിച്ചത്. അൽഹംദുലില്ലാഹ്. എനിക്ക് നിങ്ങളോട് 1-2 കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാനുള്ളൂ. 1-2 ചോദ്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്തെങ്കിലും ഈ ഒരു പ്രായത്തിൽ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരാണ് എന്നുള്ളത്? നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്കറിയാമോ? ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പല ആളുകളും, പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥിനികൾ, അവരുടെ എല്ലാം ജീവിതത്തിൽ പെറ്റ് പോറ്റി വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളോട് നമുക്കുള്ള ബാധ്യതകൾ എന്താണ്? നമ്മൾ അവർ പ്രതീക്ഷിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾക്ക് അവരോട് നീതി പുലർത്താൻ സാധിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയണേട്ടാ. പിന്നെ അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ. അതിലൊന്ന്, ഇപ്പോൾ ഈ അടുത്ത ഒരു മാസം മുമ്പ് ഇവിടെ ഒരു ആത്മഹത്യ നടന്നിട്ടുണ്ടായിരുന്നു കൊല്ലം, ഈ വെഞ്ഞാറമൂട് സ്ഥലത്ത്. അത് ഒരു ഡോക്ടറായിട്ടുള്ളൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. നമ്മൾ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും നമ്മൾ സ്ത്രീധനം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണോ നിങ്ങൾ? ഇതിങ്ങനെ അടിവരയിട്ട് കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിലേറ്റവും കാതലായ ഒരു ചോദ്യം, സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഏകനായ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ഇലാഹിനെയോ അല്ലെങ്കിൽ മറ്റൊരു സഹായം വെച്ചുകൊണ്ട് നിങ്ങൾ തേടി, അവരോട് സഹായം നിങ്ങൾ തേടാറുണ്ടോ? ഇതെല്ലാം 1, 2, 3, 4 ചോദ്യങ്ങൾ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സന്തോഷങ്ങളും സുഖങ്ങളും ത്യജിച്ചുകൊണ്ട് ഇതെല്ലാം കുട്ടികളായ നിങ്ങൾക്ക് കിട്ടണമെന്നും നിങ്ങളിലൂടെ അവർക്ക് അത് കാണണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ, മാതാപിതാക്കളാണ് ഇന്ന് ലോകത്തിലേറെയും. കാരണം നിങ്ങളുടെ മാതാപിതാക്കളിൽ 90% ആളുകളും വലിയ സമ്പന്നരായിരിക്കില്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ അവർക്കൊന്നും വലിയ വിദ്യാഭ്യാസം ഉണ്ടായില്ലായിരിക്കാം, വിദ്യാഭ്യാസമില്ലായിരിക്കാം. പക്ഷേ ഒരാൾ പോലും അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാകാൻ പാടില്ല എന്നവർ ചിന്തിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ നാടിൻ്റെ ഒരു രീതി, ഡോക്ടറിൻ്റെ മകൻ ഡോക്ടർ, വക്കീലിൻ്റെ മകൻ വക്കീൽ, എഞ്ചിനീയറിൻ്റെ മകൻ എഞ്ചിനീയർ. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയോ എൻ്റെ കുട്ടി ഓട്ടോറിക്ഷ ഓടിച്ചാൽ മതി എന്ന് അയാൾ പറയില്ലല്ലോ. അയാളെ ആഗ്രഹം അയാളെ കുട്ടി ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ IT പ്രൊഫഷണലോ ആയി മാറണമെന്ന് ഒരു പിതാവ് ആഗ്രഹിക്കും. കാരണം നിങ്ങളെ വളർത്തി വലുതാക്കുവാൻ വേണ്ടി അവരെടുത്ത ത്യാഗം, അവർ സഹിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർ കണ്ട സ്വപ്നങ്ങൾ എല്ലാം അവർ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പലതും അവർ തലയും മുറുക്കി അവർ ജീവിതത്തിന് സമീപിച്ചപ്പോൾ അതിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും എത്തി വന്നത് നിങ്ങളിലാണ്. വലിയ സ്വപ്നങ്ങളാണ് അവർ നിങ്ങളിൽ കാണുന്നത്. നാളെ ഇന്ന് നമ്മൾക്കറിയാം ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾ. ഇപ്പം ഇന്നലെ മുഴുവൻ നിങ്ങൾ കേട്ടു, പല ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടു, നിങ്ങൾക്ക് പലതും മനസ്സിലായി. ഇന്നത്തെ ലോകം AI അല്ലേ, ഇതെല്ലാം നിങ്ങൾ കേട്ടതാണ്, കണ്ടതാണ്. കമ്പ്യൂട്ടർ, ഈ പറഞ്ഞ റോബോട്ട്സ്, ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം അപ്പുറം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്ക് തെറ്റ് സംഭവിക്കാം. തിരുത്തപ്പെടാത്ത തെറ്റുകളാണെങ്കിൽ നമ്മൾ തിരുത്തപ്പെടണം നമ്മളെ തെറ്റുകൾ. കാരണം ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മാതാപിതാക്കളിലൂടെ, അതാണ് നമ്മളെ ഐഡൻറ്റിറ്റിയാണ് നമ്മളെ മാതാപിതാക്കൾ എന്നുള്ളത്. ബൈ പ്രൊഫഷൻ നിങ്ങൾ ചിലപ്പോൾ ഡോക്ടറായി മാറാം,
എൻജിനീയേഴ്സ് ആകാം, വലിയ വലിയ ഉദ്യോഗസ്ഥരാകാം. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഇന്ന ആളുടെ മകനും ഇന്ന ആളുടെ മകളുമാണ് നമ്മൾക്ക് അതിനപ്പുറം ഐഡൻറ്റിറ്റി ഇല്ല. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് നമ്മളുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ തൗഹീദിൻ്റെ സന്ദേശം എന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്കത് വിട്ടൊരു കളിയില്ല, ശരിയല്ലേ? നമ്മളൊന്ന് ആലോചിക്കുക വ്യക്തമായിക്കൊണ്ട്. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് KNM ആണ്. വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള MSM അതിനെതിരെ പ്രതിരോധിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഇതുപോലുള്ള പരിപാടികൾ നടത്തുമ്പോഴും നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള ദീൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനും നാളെ ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് ഏറ്റവും വിലക്കെടുത്തുകൊണ്ട് ആ ഇസ്ലാമിക മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നിങ്ങളെ പ്രൊഫഷനിൽ ഉണ്ടാകണം. കാരണം നാളെ നിങ്ങളെ സമീപിക്കുന്ന ഒരു രോഗി അല്ലെങ്കിൽ നിങ്ങളെ സമീപിക്കുന്ന മറ്റൊരാൾ പറയണം, അതെ ആ ഇന്നയാൾ അയാളൊരു മുസ്ലിമാണ്, അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്നതെന്ന്. കാരണം നമ്മൾ മുസ്ലിമുകളായതുകൊണ്ട് മാത്രം നല്ലവരാകണമെന്നല്ല, നമുക്ക് വിധിച്ചിട്ടുള്ളത് ഏറ്റവും നല്ലത് ചെയ്യുക എന്നുള്ളതാണ്, നന്മ മാത്രം. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ അനാചാരങ്ങൾക്കുമെതിരെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുക, ചിന്തിക്കുക, മനസ്സിലാക്കുക. നമ്മളെ മുന്നിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമാണ് നന്മകൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്. ഇന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഈസി എന്നാണ് തിന്മകളാണ്. നമ്മളുടെ ആളുകൾ സപ്പോർട്ട് ചെയ്യണതും അതിനു വേണ്ടിയാണ്. നമ്മൾക്ക് നന്മകൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങളെ ഈ ലോകവും ഈ സമൂഹവും നിങ്ങളെ ഭയങ്കരമായിട്ട് ഒറ്റുനോക്കണേണ്. നിങ്ങളെ നാളത്തെ ഭാവി, നിങ്ങളെ പ്രവർത്തനങ്ങൾ, നിങ്ങളെ രീതികൾ, ഇതെല്ലാം ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഏകദേശം 10-35 മണിക്കൂർ അല്ലെങ്കിൽ 40 മണിക്കൂർ നിങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ എത്തി നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളിൽ ഇതിൻ്റെ അറിവുകളും നിങ്ങൾ നേടിയിട്ടുള്ള ഇവിടെ നിന്ന് നേടിയ വിജ്ഞാനവും വലിയൊരു സമ്പത്താക്കി നിങ്ങൾ മാറ്റണം. കാരണം നിങ്ങൾ വരികയും വെറുതെ വന്നൊരു എക്സ്കർഷൻ പോലെ വന്നുകൊണ്ട് തിരിച്ചു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഈ വിലപ്പെട്ട മണിക്കൂറുകൾ, കാസർഗോഡ് നിന്നും വന്ന ആളുകൾ ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതുപോലെ പ്രയാസം അനുഭവിച്ച് യാത്ര ചെയ്ത് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ നിങ്ങളിൽ ഇതിൻ്റെ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും നിങ്ങളത് ഉൾക്കൊള്ളുകയും നിങ്ങൾ പകർത്തുകയും തീർച്ചയായും നിങ്ങൾ ചെയ്യണം, പകർത്തണം. കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമല്ല നിങ്ങളെ ഉറ്റുനോക്കുന്നത്, മറിച്ചൊരു സമൂഹവും ഈ ലോകവും നിങ്ങളുടെ കാര്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. റബ്ബിൻ്റെ അനുഗ്രഹവും സഹായം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രവൃത്തികൾ ശുദ്ധമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. നാളെ നമ്മളെ ഓരോ പ്രവൃത്തികളും എണ്ണി പറഞ്ഞുകൊണ്ട് നമ്മളെ മാതാപിതാക്കൾ അഭിമാനം കൊള്ളണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലവരായി ആദ്യം മാറുക. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, അനുസരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല കുട്ടികളായി നിങ്ങൾ മാറണം. നാളെ ഈ ലോകം നിങ്ങളെ ആദരിക്കണമെന്നുണ്ടെങ്കിൽ ആ ആദരവ് നിങ്ങൾ ആദ്യം നൽകേണ്ടത് നിങ്ങളെ മാതാപിതാക്കൾക്കാണ്. കാരണം അവരുടെ മാത്രമേ നിങ്ങൾ അറിയപ്പെടുന്നുള്ളൂ. നിങ്ങൾ ആരാണെങ്കിലും, നിങ്ങൾ ആരായി മാറിയാലും നമുക്ക് എന്നും സന്തോഷമാണ്. കാരണം ഈ സമൂഹത്തിൻ്റെ വളർച്ച ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. ഇനി അൽഹംദുലില്ലാ 26 പ്രോഫ്കോണുകൾ കഴിഞ്ഞ് 27 നടത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ കുറേയധികം നല്ല പദ്ധതികളുണ്ടായിരുന്നു. ഇത് ഏറ്റവും നല്ല നിലയിൽ ഇന്ന് നമ്മളുടെ കൊല്ലം ജില്ലയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓഡിറ്റോറിയമാണിത്. നമ്മൾ ബുക്ക് ആദ്യം ചെയ്ത ഓഡിറ്റോറിയം ഇത്രയും ഇല്ലാതെ മാറി ഇത്രയും നല്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനുള്ള കാരണം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സന്തോഷവും സുഖവും നിങ്ങൾക്ക് അനുഭവിക്കുവാനും കിട്ടാനും വേണ്ടിയാണ്. മറിച്ച് ഈ നിറഞ്ഞിരിക്കുന്ന ഈ വിദ്യാർത്ഥി സമൂഹത്തോട് അവസാനമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ നല്ല കുട്ടികളാകുക, നിങ്ങൾ പഠിക്കുക, നന്നായി പഠിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുക. ഒരിക്കലും അവർ അനുസരണ ഇല്ലാത്തൊരു വിഭാഗമായി മാറരുത്. പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കൾക്ക് പേടി ഉണ്ടായിരുന്നത് ആരെയാണ്? പെൺകുട്ടികളായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ആൺകുട്ടികളെ മാതാപിതാക്കൾ പേടിച്ചിരുന്നു, കുരുത്തക്കേടെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ക്യാമ്പസുകൾ ഇന്ന് എല്ലാ രീതിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളൊരു അന്തരീക്ഷത്തിലും അവസ്ഥയിലും നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ മറ്റുള്ള പ്രബോധനങ്ങൾക്കെല്ലാം നമ്മൾ വഴുതാനും വീഴാനും നമുക്ക് സാഹചര്യങ്ങൾ കൂടുതലാണ്. ഇതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഏകനായ റബ്ബെല്ലാം കാണുന്നുവെന്നും നാളെ എല്ലാത്തിനും ഉത്തരങ്ങൾ നൽകണമെന്നും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വിശദമായിക്കൊണ്ട് നമ്മൾക്ക് ഉത്തരം നൽകേണ്ടി വരുമെന്നുള്ള ഓർമ്മ നിങ്ങളിലുണ്ടാകണം. റബ്ബ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നാളെ ലോകം അറിയപ്പെടുന്ന
വലിയ വലിയ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും IT പ്രൊഫഷണൽസും CA-കാരും എല്ലാമായി നിങ്ങൾ മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.